ആധുനിക ഡ്രോണുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ സമീപത്ത് രൂപീകരിച്ചിരിക്കുന്ന കൺട്രോൾ സെന്ററിലേക്കായിരിക്കും. ആർമി അവിടെ ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കൺട്രോൾ സെന്ററിലേക്ക് ഡാറ്റ അയക്കും. മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ടീം ആ ഡാറ്റ വിലയിരുത്തി രക്ഷാപ്രവർത്തകർക്ക് അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകും. ഐബോർഡ് എന്ന ഇമേജ് ബേസ്ഡ് ഒബ്സർവേഷൻ ഡിവൈസ്, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ അങ്കോലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ ബി ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേവിയുടെയും NDRFന്റെയും ബോട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്. മറ്റെന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോൾ അവിടെ ആ ലോറിയിലേക്ക് എത്താൻ, അർജുനെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെ? ആര്യ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഇവിടെ NDRFന്റെ ബോട്ടുകൾ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, എഞ്ചിൻ ഓഫ് ചെയ്ത് കിടക്കുന്ന ഒരു സമയമാണ് ഇത്. എഞ്ചിൻ ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ പോലും ആ ബോട്ട് പെട്ടെന്ന് അതിവേഗം തന്നെ പിറകിലോട്ട് ഒഴുക്കി നീങ്ങുന്നത് നമുക്ക് കാണാം. റഡാർ പരിശോധന അവിടെ, സോണാർ പരിശോധന അവിടെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനു മുകളിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഡ്രോൺ പരിശോധനയുടെ ആ ഡ്രോൺ ഇതാ മുകളിലേക്ക് പൊങ്ങി പോകുന്നതും കാണാം. അത് അല്പസമയത്തിനുള്ളിൽ താഴേക്ക് വന്ന് ജലോപരിതലത്തിലേക്ക് വരും. ഏതായാലും കൃത്യമായിട്ടുള്ള ഇമേജിംഗ് അതിലൂടെ സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലേതായാലും റഡാർ പരിശോധന, അതോടൊപ്പം തന്നെ സോണാർ പരിശോധന, തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ പുഴയിലെ മൺതിട്ടയ്ക്ക് സമീപമാണ് ഈ ബോട്ടുകൾ രണ്ടും ഉള്ളത്. ഏതായാലും ഈ ഡിങ്കി ബോട്ടുകളിൽ അവിടെ ഒന്നും കൂടി ഉറപ്പിക്കുക, റഡാർ പരിശോധനയിലൂടെ ഒന്നും കൂടിയും സാന്നിധ്യം ഉറപ്പിക്കുക. ഏതെങ്കിലും തരത്തിൽ അവിടെ ചെളി കൂടുതൽ, ഈ നമ്മൾ കണ്ടെത്തിയ ആ ലോഹഭാഗങ്ങളിൽ ചെളി കൂടുതൽ പൂണ്ടു പോയിട്ടുണ്ടോ, പുതഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയുക എന്നുള്ള ലക്ഷ്യങ്ങൾ കൂടി ഈ പരിശോധനയ്ക്കുണ്ട്. പുഴയിലെ കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങോട്ട് നോക്കിയാൽ ഇതൊരു പുഴ വളഞ്ഞു വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരത്തേക്ക് വളരെ ഒഴുക്ക് ഈ ഭാഗത്തേക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ നടുവിൽ മണ്ണ് നിറഞ്ഞു കിടക്കുന്നതിനാൽ ഈ ഭാഗങ്ങളിലേക്ക് ആ വഴിയേക്കാൾ കൂടുതൽ ഒഴുക്ക് ഈ വശങ്ങളിലേക്ക് മാറുന്നുണ്ട്. തടസ്സങ്ങൾ പുഴയ്ക്ക് ഉള്ളതിനാൽ അതുകൊണ്ട് തന്നെ ഈ കുത്തൊഴുക്കിൽ ഇറങ്ങാൻ ഇതുവരെ നേവിക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ MK രാഘവൻ MP അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ തുടരുന്നുണ്ട്. ഇവിടെ മണ്ണ് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഏതായാലും ഇന്ന് കാര്യത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഏവരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ MLA നമ്മോടൊപ്പം ചേരും. എന്താണ് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാന പരിശോധന? എങ്ങനെയാണ് റഡാർ പരിശോധന വീണ്ടും തുടരുക തന്നെയാണോ? ഇപ്പൊ ഇവിടെ 2 ബോംബിറ്റാച്ച് വെച്ചുകൊണ്ട് ആ നേരത്തെയുള്ള നമ്മുടെ തട്ടുക്കടയുടെ താഴ്ചയിൽ ആഴമായി മണ്ണ് മാന്തലും അതിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള ടീം അവരവരുടെ എല്ലാ പരിശോധന കഴിഞ്ഞിട്ട് അവരുടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ നിന്ന് ആ ടീം തന്നെ അങ്ങോട്ടേക്ക് പോയതാണ്. നേവിയുടെയും സൈന്യത്തിന്റെയും എല്ലാ പരിശോധനയും നടക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ഡ്രഡ്ജിംഗ് മിഷൻ കൂടി ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ച്, ആ ഡ്രഡ്ജിംഗ് മിഷൻ വരുമ്പോൾ അത് പിന്നെ റോഡ് മാർഗം വരാൻ കഴിയുന്നില്ല, അത് ബോട്ട് മാർഗം വരണം. അപ്പോൾ അതിനുള്ള ബോട്ട് വരാനുള്ള സൗകര്യം കാര്യം ഇവിടുത്തെ MLA നേരത്തെ അതിന്റെ പിന്നാലെയാണ്, ശ്രമത്തിലാണ്. കൂടാതെ ഇന്ന് ബഹുമാനനായ കേരളത്തിന്റെ PWD മിനിസ്റ്റർ കൂടി 1 മണിയോടുകൂടി ഇവിടെ എത്തി. ഒരു 2:30-3 മണിക്ക് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഔദ്യോഗികമായി ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായി അവർ അറിയിക്കും. ഇപ്പോഴും നിങ്ങൾ ലൈവായി ഇതിന്റെ തെരച്ചിലും ശ്രമവും എല്ലാ ദിവസത്തെ പോലെ ഇവിടെ നടക്കുന്നുണ്ട്. നിലവിലിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാന്നിധ്യം ഇന്നലെ നമുക്ക് കണ്ടെത്താനായില്ല. അത് ഇന്ന് തെർമൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള ഇന്നലെ പരിശോധിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിലെന്തെങ്കിലും നമുക്കൊരു ഹോപ്പുള്ളൊരു കാര്യം കിട്ടിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. ഇന്നലെയും ഈ തെർമൽ സ്കാനിങ് ഇപ്പൊ വീണ്ടും ഒരു വട്ടം കൂടി അവർ പരിശോധന നടത്തിയിട്ട് അതിന്റെ ഔദ്യോഗിക 2 പ്രാവശ്യം അവർക്ക് ഒരു കൃത്യതയും വ്യക്തതയോടുകൂടിയുള്ള ഒരു മറുപടി അവർ നൽകിയിട്ടില്ല. ഇപ്പൊ അവർ വീണ്ടും ഒരു 3 മണിയോടുകൂടി ഔദ്യോഗികമായി ഞങ്ങളുടെ മാധ്യമങ്ങളോട് അതിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്ന മറുപടി.